വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 ദിവസമായിട്ട് ചെറിയ പനി, ജലദോഷം, അങ്ങനെ കുറച്ച് കിച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എല്ലാം സെറ്റായി. അതുകൊണ്ടാണ് ഡയറക്റ്റ് വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നമ്മളുടെ ഒരു ഡെയിലി വ്ളോഗ് എന്ന് മറ്റൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇന്ന് ഡയറക്റ്റ് ഇരുന്ന് സംസാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന്. കാരണം ഇപ്പം ഓക്കെ വരുന്നുണ്ട്. പിന്നെ മുഖം, കണ്ണ് എനിക്ക് എപ്പോഴും അങ്ങനെ കേട്ടോ. ജലദോഷം വന്നു കഴിഞ്ഞാൽ കണ്ണ് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരുമാതിരി ടയേർഡ് ആയിട്ടാണൊക്കെ ഇരിക്കും. അതുപോലെ തന്നെ സൗണ്ടും മാറി വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. ഓക്കെ, അതൊന്നും പ്രശ്നമില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് തംബ്നെയിൽ കണ്ടു കാണുമല്ലോ, അതായത് തംബ്നെയിൽ കണ്ടു കാണല്ലോ, ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോണത്. അപ്പോഴ് കഴിഞ്ഞ ദിവസം ലൈവ് പോയപ്പോഴത്തേക്കും പിന്നെ അല്ലാതെയൊക്കെ 2-3 മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ധൈര്യം തോന്നിയിട്ട് ഇന്നലത്തെ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് ധൈര്യം തോന്നിട്ട് ഞാൻ പോയി മുത്തൊട്ടിച്ചെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരാൾ പറഞ്ഞു സ്പേസർ ഇട്ടേക്കുവാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേ ഇനി ഞാൻ പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പല്ലിൽ കമ്പിടുന്ന വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ വീക്ക്ലി വൺസ് എങ്കിലും ഓരോ വീഡിയോസ് ഇടാന്നാണ് വിചാരിക്കുന്നത്. മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ വീഡിയോസ് ഇടാം കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ തംബ്നെയിൽ പറയുന്നത് പോലെ തന്നെ, അതായത് ബ്രേസസ് അഥവാ പല്ലിൽ കമ്പി ഇട്ടാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഓക്കെ, ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ വീട്ടിൽ ട്രീറ്റ് ചെയ്യാന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം. പലർക്കും പല രീതിയിലായിരിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക. ചിലർക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും കാണത്തില്ല. അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ വിചാരിക്കും അയ്യോ എനിക്ക് ഇങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്നുണ്ട്. എന്റെ എക്സ്പീരിയൻസും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളുമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഐഡിയാസ് ഒക്കെ എനിക്ക് കിട്ടിയത് ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ടും അതുപോലെ തന്നെ യൂട്യൂബിലോട്ടുള്ള റെമഡിയൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടും ഓക്കെ ആയിട്ടുള്ളതാണ് നിങ്ങളോട് ഞാൻ ഇപ്പൊ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഈ ഒരു പല്ലിൽ കമ്പിയിട്ടിട്ടുള്ള ജേണിയുടെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ പല്ലിൽ കമ്പിയിട്ടിട്ട് ഏകദേശം കുറച്ച് മാസമായി വരുന്നുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ഇട്ടിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്പർ 1 ആദ്യത്തെ ഞാൻ പറയാൻ പോണേന്ന് വെച്ചാൽ, പല്ലിൽ കമ്പി ഇടാൻ പോകാൻ നേരം ചിലർക്കെങ്കിലും സ്പേസേഴ്സ് ഇട്ട് കൊടുക്കാറുണ്ട്. അതായത് പല്ലിൻ്റെ ഇടയ്ക്ക് സ്പേസ് വരാൻ വേണ്ടിയിട്ട് സ്പേസർ എന്നും പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോഴേ സ്പേസർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് നമ്മുടെ പല്ലിൽ ഇട്ട് കൊടുക്കാറുണ്ട്. ഈ സ്പേസർ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ പല്ലുകൾക്കിടയിൽ ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ടാണ് സ്പേസർ ഇടുന്നത്. അതായത് ഈ മോളാർ റിങ്ങൊക്കെ ഇറക്കി കിട്ടാൻ വേണ്ടിയിട്ട് സ്പേസർ എന്ന് പറയുന്ന ഒരു സാധനം പല്ലിൽ ഇടാറുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ ഈ പല്ലിൽ കമ്പി ഇടാൻ പോണതിന് മുന്നേ ഞാൻ വീഡിയോസൊക്കെ ഒരുപാട് കാണുമായിരുന്നു കേട്ടോ. പല്ലിൽ കമ്പി ഇടുന്നതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഒരുപാട് കാണുമായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ സ്പേസർ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. കുറേ പേര് പറഞ്ഞു അത് ഇട്ടപ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ പെയിൻ വന്നത് മുത്തൊട്ടിച്ചപ്പോഴോ കമ്പി ഇട്ടപ്പോഴോ ഇല്ലാത്ത വേദനയായിരുന്നു സ്പേസർ ഇട്ടപ്പോഴത്തേക്കെന്ന്. അപ്പം ഞാൻ വിചാരിച്ചാൽ തീർന്നു, എനിക്ക് പല്ലൊക്കെ എടുക്കണമായിരുന്നല്ലോ. പല്ലൊക്കെ എടുത്ത് ഞാൻ വിചാരിച്ചു ഉറപ്പായിട്ട് സ്പേസർ ഇടുമ്പോഴത്തേക്ക് എനിക്ക് പണി കിട്ടും എന്നുള്ളൊരു ചിന്തയായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് സ്പേസേഴ്സ് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അത്യാവശ്യം പല്ലിന് ഒരു മോളാർ റിങ്ങൊക്കെ വെക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞു, എനിക്ക് ആ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു നെക്സ്റ്റ് ഡേ ഇനി വരുമ്പോഴത്തേക്ക് നമുക്കിനി സ്പേസറിനുള്ള കാര്യങ്ങളെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആലോചിച്ച് ദൈവമേ സ്പേസർ ഇടേണ്ടി വരല്ലേ, ആ മോളാർ റിങ്ങ് വെച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഒരുപാട് പ്രാർത്ഥിച്ചായിരുന്നു കേട്ടോ. ടെൻഷൻ അടിച്ചതൊക്കെ ഒന്നും നടന്നില്ല. എനിക്ക് സ്പേസർ ഇട്ടിട്ടില്ലായിരുന്നു കേട്ടോ. സ്പേസർ ഇടുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്ത വേദനയെന്നാണ് പറയുന്നത്, നല്ല പെയിൻ ആണെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ പല്ലിൻ്റെ അവിടെ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുമല്ലേ, അപ്പോഴത് പല്ലിലിരിക്കുമ്പോൾ നമുക്കങ്ങ് എടുത്ത് കളയാൻ തോന്നുന്നതാണ് ഈ ഇട്ടിട്ടുള്ളവരൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്പേസർ ഇടുമ്പം അത്യാവശ്യം നല്ല വേദനയാണ്. അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റും. കാരണം ഈ ഒരു പല്ലിൽ കമ്പി ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് പെയിൻഫുൾ ആയിട്ടുള്ള പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നമുക്ക് സഹിക്കാൻ പറ്റും. പിന്നെ ഫുഡൊക്കെ ആ സൈഡ് കൊണ്ട് കഴിക്കുമ്പോൾ നല്ല വേദനയായിരിക്കും കേട്ടോ. സ്പേസർ അപ്പോൾ നമ്മളെ ഡോക്ടറിനോട് നമ്മൾ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അവർക്ക് അറിയാൻ പറ്റും നമുക്ക് സ്പേസർ വേണോ വേണ്ടേ എന്നുള്ളത്. അതാണ് ആദ്യമായിട്ട് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സിന് 2-3 സ്പേസേഴ്സ് ഇട്ടവരുണ്ട്. അപ്പോൾ അവരോടും കൂടി ഞാൻ ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പോൾ സ്പേസറാണ് ഒന്നാമത്തെ ബുദ്ധിമുട്ടായിട്ട് പറയാം. ഇനി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞുതരാം. ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ ബ്രാക്കറ്റ്സ് അഥവാ പല്ലി മുത്തില്ലേ, അത് ഒട്ടിക്കുമ്പോഴത്തേക്കുള്ള, അതായത് ആദ്യമായിട്ട് ഇതുപോലെ പല്ലിൽ കമ്പിയിട്ട സമയത്ത് നമുക്ക് പല്ല് പ്ലെയിൻ ആയിട്ടിരുന്ന ഒരു പല്ലിൽ ഇങ്ങനത്തെ സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് ചുണ്ടിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ തട്ടി മുറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കവളും തട്ടി മുറിയാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മൾ ഈ മുത്തൊട്ടിക്കുന്ന ഒരു ഗം വെച്ചിട്ടാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. ആ ഗം ഇങ്ങനെ ഉണങ്ങിയിട്ട് അതിൻ്റെ തുമ്പിങ്ങനെ ചുണ്ടിലൊക്കെ തട്ടിയിട്ട് നല്ല രീതിയിൽ ചുണ്ടിങ്ങനെ പോരി മുറിയായിരുന്നു. അത് നല്ല വേദനയായിരുന്നു കേട്ടോ. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മുറിയുന്നുണ്ടായിരുന്നു. അത് ഞാനൊരു റെമഡി ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു
മുത്ത് കൊണ്ട് മുറിയുമ്പോഴത്തേക്കൊക്കെ ഞാൻ ചെയ്യുന്ന റെമഡി ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിന് മുന്നേ ഇത് പറയാം. അപ്പോഴതാണ് ഏറ്റവും ഒരു ബുദ്ധിമുട്ട്. കാരണം നമ്മളെ പല്ലൊക്കെ നല്ല ക്ലീൻ ആയിട്ടിരിക്കില്ല. അപ്പം ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോഴേക്കും നമുക്ക് എന്തായാലും തട്ടി ആ ഒരു ഭാഗത്ത് പോറൽ വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പൊട്ടിയിട്ട് മുറിയും. അതെനിക്ക് പേഴ്സണലി ഉണ്ടായൊരു കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളെ കമ്പി ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് കമ്പി ഇങ്ങനെ എക്സ്ട്രാ പുറത്തോട്ട് നിന്നിട്ട് അതും കുത്തിയിട്ട് കവിള് പൊട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം എനിക്കുണ്ടായ ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത്. അപ്പോഴെന്നാലും ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത റെമഡി എന്താണെന്ന് ചോദിച്ചാൽ എന്നോട് അന്നേരം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റെമഡിയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ഓർത്തഡോണ്ടിക് വാക്സ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. അതിന്റെ ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. ആ വാക്സ് നമുക്ക് ഈ ഒരു എവിടെയാണ് ഇപ്പൊ എനിക്ക് ഈ ഒരു മുത്ത് തട്ടിയിട്ടാണ് മുറിയുന്നത്. ഇപ്പൊ ആദ്യമായിട്ട് മുത്തൊട്ടിച്ചവരൊക്കെ ആണെങ്കിൽ ഈ ഒരു മുത്തില് നമുക്ക് വേണമെങ്കിൽ ആ വാക്സ് ഇങ്ങനെ വെച്ചെടുത്താൽ മുറിയുന്ന നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാം. പിന്നെ നമുക്ക് തട്ടി മുറിവ് വരത്തില്ല. അപ്പൊ നമുക്കൊരു ആശ്വാസമായിരിക്കും. പിന്നെ അല്ലെങ്കിൽ ചൂയിങ്കം ഇല്ലേ, ചൂയിങ്കം എനിക്കൊരു ഡോക്ടർ പറഞ്ഞതാണ്. ചൂയിങ്കം നല്ല രീതിയിൽ ഇപ്പം ഹെൽത്ത് ഒക്കെ നോക്കുന്നവരാണെങ്കിൽ ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചൂയിങ്കം ഒക്കെ എടുത്തിട്ട് നന്നായിട്ട് കഴിക്കാം. ഞാനൊക്കെ ആണെങ്കിൽ ഷുഗറൊക്കെ നന്നായിട്ട് കഴിക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആ സമയത്തൊക്കെ ഷുഗർ ഉള്ള ചൂയിങ്കം ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹെൽത്ത് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താണ് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ചൂയിങ്കം കഴിച്ചിട്ട് അതായത് ഒരു ഗം പരുവാകുമല്ലോ. അപ്പൊ നമുക്ക് കുറച്ചെടുത്തിട്ട് എവിടാണോ ഞാൻ കുറെ ഇട ചൂയിങ്കം കഴിച്ചിട്ടുണ്ട്. ഈ ഒരു വാക്സ് ഒന്നും അങ്ങനെ അവൈലബിൾ അല്ലായിരുന്നു നമുക്ക് ഇവിടെങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഓൺലൈൻ നമുക്ക് ഓർഡർ ചെയ്യാൻ എന്തോ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത്രയും ടൈം എടുക്കുമ്പോഴത്തേക്ക് എന്റെ ചുണ്ടൊക്കെ പൊട്ടി അന്നേരം ഉണങ്ങേണ്ട സമയം. പക്ഷെ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ചൂയിങ്കം നന്നായിട്ട് ചവച്ചിട്ട് ഗം കണക്കാക്കിയിട്ട് നമുക്ക് എവിടാണോ ആ മുത്തിന്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പൊ നമ്മൾ വിചാരിക്കും അയ്യോ അത് പല്ലിൽ ഒട്ടിച്ച് വെച്ചാൽ ഗം അതായത് ബബിൾക്കോ അല്ലേ ഇങ്ങനെ വലിച്ചിളക്കുമ്പോഴത്തേക്ക് മുത്തങ്ങ് പറഞ്ഞു പോത്തില്ല, അല്ലെങ്കിൽ ഇളകി വരും. മുത്തിന്റെ ഇടയ്ക്കൊക്കെ കീറിയിട്ട് അതൊരു പരിവാവും. പക്ഷെ എനിക്ക് അതേ ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആ മുത്തിന്റെ അതുപോലെ നമുക്ക് കമ്പി കൊള്ളുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പിയുടെ ഭാഗത്തും കുറച്ച് ചൂയിങ്കം വെച്ച് കൊടുക്കാം. ശ്രദ്ധിക്കണം, അതിലിറങ്ങി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. വേണമെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങനെ ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ചെയ്തു നോക്കാം. അപ്പൊ വീണ്ടും അതങ്ങ് നമ്മൾ ചുണ്ട് തട്ടി ചിലപ്പോൾ അതങ്ങ് സ്പ്രെഡായി ആകാം, ചൂയിങ്കം ഇതാവും. നമുക്ക് വീണ്ടും എടുത്തിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ആശ്വാസം കിട്ടുന്ന ഒരു കാര്യമാണ്. അത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഇതുപോലെ വാ പൊട്ടുവാണെങ്കിൽ ഡോളോജെൽ എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നുണ്ട്. ഡോളോജെൽ ഇതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മുറിവ് വേഗം ഉണങ്ങുന്നതായിട്ട് തോന്നും. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് വേദന വരുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് 2 പ്രോബ്ലം വരുന്നത്. ഒന്നാമത്തെ എന്താണ് നമ്മൾ പറഞ്ഞത്, സ്പേസ് ഇടുമ്പോഴുള്ള വേദന. രണ്ടാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ മുത്ത് തട്ടി വായ പൊട്ടുന്ന കാര്യം. ഇവിടെ ഞാൻ ബുക്കിൽ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് വെച്ചാൽ സംസാരിക്കാം. നമ്മൾ ആദ്യമായിട്ട് മുത്തൊക്കെ ഒട്ടിച്ച് കമ്പിയൊക്കെ ഇട്ടുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതായത് നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ക്ലിയർ ആയിരിക്കത്തില്ല സംസാരമൊന്നും. കുറച്ചൊരു എന്താ പറയണ്ട ഒരു ഇറിറ്റേഷൻ ആയിരിക്കും. ഇപ്പൊ എന്തായാലും നമുക്ക് അത്രയും ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആദ്യമായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. പിന്നെ പെയ്യെ നമ്മൾ സംസാരിച്ച് ശീലമാകുമ്പോൾ നമ്മൾ അതിനോട് ഓക്കെ ആവും. എങ്കിലും സംസാരത്തിനൊരു ചെറിയൊരു തെന്നൽ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നത് വെച്ചാൽ മുത്തൊട്ടിച്ച് കഴിഞ്ഞാൽ വാ അടയ്ക്കാൻ ചിലവർക്ക് ഭയങ്കര പാടായിരിക്കും. എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ചിരിച്ചൊക്കെ കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടി വെക്കും, പിന്നെ ചുണ്ടിങ്ങനെ പിടിച്ചു വെക്കണം. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് അടുത്തൊരു ബുദ്ധിമുട്ടായിട്ട് പറയുന്നത്. പിന്നെ എനിക്ക് ഉണ്ടായതാണ് മോണവേദന. മോണവേദന എന്ന് വെച്ചാൽ നമുക്ക് ഈ മോളറിങ് ഇടുമ്പോഴത്തേക്ക് മോണയ്ക്ക് വേദന ഇടാന്ന് കേട്ടോ. ആദ്യത്തെ ദിവസം എന്ന് വെച്ചാൽ എനിക്ക് നല്ല ടൈറ്റ് ആയിട്ടിരുന്ന പല്ലായതുകൊണ്ട് തന്നെ ഈ റിങ്ങും കൂടി ഇട്ടപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ ഒക്കെ ഭയങ്കര മോണയ്ക്ക് ഈ ഒരു സൈഡിലെ മോണൊക്കെ വേദനയായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതിനും റെമഡീസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഞാൻ മോണവേദന വന്നപ്പോഴത്തേക്ക് ചെയ്ത് എന്താന്ന് വെച്ചാൽ ഉപ്പിട്ട്, ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, ചെറു ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമുക്ക് വായിൽ കൊള്ളുമ്പോൾ ഭയങ്കര ആശ്വാസം തോന്നും കേട്ടോ. എപ്പം നമ്മൾ ഇവിടെ ഡോക്ടറിൻ്റെ അടുത്ത് അപ്പോയിൻമെന്റിന് പോയാലും പറയുന്നതാണ് ഉപ്പിട്ട് വെള്ളം കൊള്ളാന്ന് ഇനി എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അത് ചെയ്തു നോക്കാം, നല്ല മാറ്റം ഉണ്ടാവും ഉള്ളു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പല്ലെടുത്ത ചിലർക്ക് പല്ലെടുക്കുമായിരിക്കില്ല. എനിക്ക് പല്ലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പല്ലെടുത്ത സമയത്ത് അന്നേ ദിവസം നമുക്ക് എന്തായാലും മരവിപ്പൊക്കെ വിടുമ്പോഴത്തേക്ക് വേദനയാണ്. അന്നേരം ചെയ്യുന്ന ഒരു റെമഡി എന്ന് വെച്ചാൽ ഡോക്ടറിനോട് പറഞ്ഞ് തണുത്ത ആഹാരങ്ങൾ കഴിക്കാൻ പറ്റും. ഞാൻ പിന്നെ ഐസ്ക്രീം ഒക്കെ അഡിക്റ്റ് ആയതുകൊണ്ട് തന്നെ ഐസ്ക്രീം അതുപോലെ തന്നെ ഐസ് ക്യൂബൊക്കെ തണുപ്പുള്ള ഭക്ഷണങ്ങൾ കൊള്ളാൻ നോക്കുക, മനസ്സിലായി. അപ്പോഴത്തേക്ക് ആ ഒരു ആശ്വാസം കിട്ടും. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ടുകളായിരുന്നു ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ പല്ലുകൾ തമ്മിൽ, അതായത് പരസ്പരം പല്ലുകൾ തമ്മിൽ ഇങ്ങനെ തട്ടത്തില്ലേ, അങ്ങനെ തട്ടുമ്പോഴത്തേക്കും വേദന ഉണ്ടാകും കേട്ടോ. അത് പല്ല് നീങ്ങുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു വേദനയാണ്. അത് ഞാനപ്പോൾ വിചാരിച്ച് എനിക്ക് മാത്രമായിരിക്കും അങ്ങനെ. അപ്പോഴത്തേക്കാണ് ഡോക്ടർ പറഞ്ഞത് പല്ല് അങ്ങനെയുള്ള വേദന വരണം, എങ്കിലേ നമ്മളെ പല്ല് മൂവ് ആവത്തുള്ളൂ. വെറുതെ ഒന്നും ചെയ്തിട്ട് വേദന ഇല്ലെങ്കിൽ കുറച്ചും കൂടി ടൈം എടുക്കുമെന്നുള്ള രീതിയാണ് പറഞ്ഞത്. പക്ഷേ ഇതൊന്നും അല്ല, വേദന കുറവുള്ളവരും ഉണ്ട്. ചിലവരുടെ ഞാൻ കമന്റ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല, പക്ഷെ ചിലവർക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിരിക്കും കേട്ടോ. എനിക്ക് എന്തായാലും പല്ലിങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ വേദന ഉണ്ടായിരുന്നു. അങ്ങനത്തെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.
വേറെ ബുദ്ധിമുട്ടായിട്ടൊന്നുമില്ല. പിന്നെ ബ്രഷ് ചെയ്യാൻ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ പഴയ കണക്ക് ബ്രഷ് ചെയ്ത് കണക്ക് കുറച്ച് പാടാണ്. നമ്മൾ കുറേ ടൈം എടുത്ത്, എനിക്ക് തോന്നിയ കാര്യമാണ്, കുറേ ടൈം എടുത്ത് നന്നായിട്ട് നമ്മൾ ബ്രഷ് ചെയ്യാനായിട്ട്. മുമ്പ് നമുക്ക് ഈസി ആയിട്ടൊക്കെ പല്ലൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് നമുക്ക് മാറ്റാമല്ലോ. ഇതാകുമ്പോഴത്തേക്ക് ഇപ്പം എനിക്ക് പവർ ചെയിനും പല്ലിൽ കമ്പി മുത്തും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ടൈം എടുത്ത് നമുക്ക് ബ്രഷ് ചെയ്യേണ്ടി വരും. അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, നമ്മൾ ഇതെടുക്കുന്നവർ ഇതൊക്കെ സഹിക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒന്നുമില്ല, നമുക്ക് സഹിക്കാൻ പറ്റുന്ന വേദനകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ റെമഡീസ് ഇതൊക്കെയാണ്. ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെന്ന് വെച്ചാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള തോന്നിയ കാരണം എന്ന് വെച്ചാൽ ഫുഡ്. ഹാർഡായിട്ടുള്ള ഫുഡ് നമുക്ക് പഴയ കണക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഹാർഡായിട്ടുള്ള ഫുഡ് നമ്മൾ ഒറ്റയടിക്കെടുത്ത് കഴിക്കുമ്പോഴത്തേക്ക് മുത്തൊക്കെ പൊട്ടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി കഴിക്കാൻ പറ്റും. പിന്നെ കട്ടിയുള്ളത് തേങ്ങാക്കൊത്തൊക്കെ കഴിച്ചാൽ പെട്ടെന്ന് മുത്തിളവി പോകുന്നതായിട്ട് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതും ചെറിയ ചെറിയ പീസസ് ആക്കി കഴിച്ചാലും ബുദ്ധിമുട്ടുണ്ടാകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ നമുക്ക് റെമഡീസും ഉണ്ട്, പിന്നെ കുറച്ച് വേദനയൊക്കെ നമുക്ക് സഹിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ ഐഡിയ പിടിയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പല്ലിൽ കമ്പി ഇടാൻ പോകുന്നവരും ഇപ്പോൾ പല്ലിൽ കമ്പി ഇട്ടുന്നതോട് എനിക്കെന്നെ പറയുള്ളൂ, ഞാനും കൂടെ ഉണ്ട് കേട്ടോ. ഞാനുണ്ട്, പിന്നെ എൻ്റെ കസിൻ സ്നേഹമുണ്ട്. ഞങ്ങളെല്ലാവരും, അതായത് നമ്മളെല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ്. എനിക്ക് ആദ്യമൊക്കെ പല്ലിൽ കമ്പിയിടാൻ പോകുമ്പോൾ ഞാൻ എത്ര പേരുടെ വീഡിയോസ് കാണുമെന്ന് അറിയാമോ? ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് കാണുമായിരുന്നു. അന്നേരം എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക്. അയ്യോ, അപ്പോൾ എനിക്കും പറ്റുമല്ലേ? പറ്റും, ഉറപ്പാണ്. എന്നെ കൊണ്ടൊക്കെ വേദന സഹിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും, അതായത് ഈ ഒരു പല്ലിൽ കമ്പിയുടെ വീഡിയോസ് ഇടുന്ന സമയത്ത് ഞാൻ പറയാറുണ്ട്, എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്കും പറ്റും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ട് പോയിക്കോ. അപ്പോൾ ഡോക്ടർ പറയുന്ന സമയത്ത് തന്നെ കറക്റ്റിന് പോവുക. പിന്നെ അതുപോലെ തന്നെ ഡേറ്റ് തെറ്റിക്കാതെ പോവുക, അതാണ്. അല്ലെങ്കിൽ പിന്നെ വീണ്ടും രണ്ടാമത് പല്ലിൽ കമ്പി ഇടേണ്ട അവസ്ഥയൊക്കെ വരും. എനിക്കങ്ങനെ അറിയാവുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. അതായത് നമ്മൾ കറക്റ്റായിട്ട് ഡോക്ടറിൻ്റെ തരുന്ന ആ ഒരു ഡേറ്റിന് പോകാതിരിക്കലും. പിന്നെ അതുപോലെ നമുക്ക് പല്ലിൽ കമ്പി ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പണി അവിടെ തീർന്നെന്ന് വിചാരിക്കരുത്. നമുക്ക് റീടൈനേഴ്സ് തരും, അഥവാ ഒറ്റ കമ്പി എന്നൊക്കെ പറയും. ആ റീടൈനേഴ്സ് നമ്മൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വീണ്ടും പല്ല് പൊന്താനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വീണ്ടും ഒന്നേന്ന് മുന്നേ പല്ലിൽ കമ്പി ഇടേണ്ടി വരും. അങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക. ഞാനിപ്പോൾ പറയുന്നുണ്ട്, ഞാനും കറക്റ്റായിട്ട് പോയാലും മാത്രമേ എനിക്കതൊക്കെ ഫോളോ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എങ്കിലും എനിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ എനിക്ക് ഇനി ഇടാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിപ്പോൾ കറക്റ്റായിട്ട് ഞാൻ പോകുന്നുണ്ട്. എനിക്ക് ഇനി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് വീണ്ടും പോകണം. അപ്പോൾ പല്ല് ടൈറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എൻ്റെ പല്ലിൽ നിന്ന് കമ്പി എടുത്ത് മാറ്റുന്നവരുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. നിങ്ങൾക്ക് അതൊരു ഹെൽപ്പ് ആവട്ടെ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇത്ര കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസ് ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിലോ മെസ്സേജ് അയക്കുന്നതാണ് കേട്ടോ. ഇൻസ്റ്റാഗ്രാം ഐ ഡി മല്ലൂസ് എക്സ്പ്രസ് ബൈ ദേവരഞ്ജിനി എന്നാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്തും മെസ്സേജ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കഴിയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. Bye!